ഹലോ, വാച്ച് വിത്ത് അഞ്ജലിക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മെഹന്തി സ്റ്റിക്കറാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ മെഹന്തി ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് പാറ്റേൺസ് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കറൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കീറി പോകാൻ ചാൻസ് ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചിരിക്കും നമ്മുടെ കയ്യിലേക്ക് മെഹന്തി സ്റ്റിക്കർ വരുന്നത്, ഡിസൈൻ വരുന്നത്. ഞാനിത് കടയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും ഇത് അവൈലബിൾ ആണ്. 10-15 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ചെറിയ സ്റ്റിക്കറിന്. അപ്പോൾ നമ്മൾ നല്ല ക്ലീനൊക്കെ ചെയ്ത് കൈമ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക. വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഉണക്കിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ബിഗ് ബി ആണ് കേട്ടോ. മെഹന്തി മോളെ സംബന്ധിച്ച് അവൾക്ക് ഇട്ട ആവശ്യം തന്നെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബി ആകുമ്പോൾ പെട്ടെന്ന് കളർ വരും ചെയ്യും. അപ്പോൾ ഞാൻ ആ മെഹന്തി കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള സൈഡിലേക്ക് സ്പഞ്ച് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചിട്ടോ ഇത് നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്കും ഇതേപോലെ സ്മഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ നമുക്ക് പാറ്റേൺ ഒന്നും എല്ലാവർക്കും പെട്ടെന്ന് ഇടാൻ അറിയണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. കുഞ്ഞു പിള്ളേർക്കായാലും അത് അച്ചൊട്ടിച്ചിട്ട് വേഗം അതിന് മുകളിൽ പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ തേച്ച് കൊടുത്താലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിരലേക്കുള്ളതില്ല. അങ്ങനത്തെ വലിയ ടൈപ്പ് സ്റ്റിക്കർ ഉണ്ട് വിരലേക്കുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി കണ്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അച്ച് വന്നിരിക്കണം എന്നുള്ളത്. ശരിക്കും ആ പാറ്റേണിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ടൈപ്പ് മെഹന്തി സ്റ്റിക്കേഴ്സ് കേട്ടോ. അപ്പോൾ നമുക്ക് പാറ്റേൺ വരയ്ക്കാൻ അറിയാത്തവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇതേപോലത്തെ മെഹന്തി സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനും ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ശരിക്കും നമുക്കും അതേ ടൈപ്പ് പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒട്ടിപ്പുള്ള ഒരു സ്റ്റിക്കറാണ് ഈ മെഹന്തി സ്റ്റിക്കറിൻ്റെ. അപ്പോൾ ഇത് കരുതി അമ്മയും ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റിക്കറിൽ 3 പേർക്ക് ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും പാറ്റേൺ ഇട്ട് കഴിയുകയും ചെയ്യും. ഫംഗ്ഷൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ കല്യാണത്തിലൊക്കെ മെഹന്തി ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ വലിയ ടൈപ്പുള്ളതൊക്കെ ഉണ്ട്, വിരലിക്കുള്ളതൊക്കെ. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ കൈയുടെ അളവനുസരിച്ച് നമുക്ക് വെട്ടി ഒട്ടിച്ചിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പാറ്റേൺസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.